ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ അപകടകാരിയായ ഒരു അസുഖമാണ്. ഈ ലോകത്തിൽ മനുഷ്യർ മരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം സ്ട്രോക്കാണ്. ആദ്യത്തെ കാരണം ഹാർട്ട് അറ്റാക്കാണ്. ഒരു 10 പേർക്ക് സ്ട്രോക്ക് വരികയാണെങ്കിൽ ഒരു 3 പേരും മരിച്ചു പോവുകയാണ്. ആദ്യത്തെ ഒരു മാസത്തിൽ തന്നെ മരിച്ചു പോകും. പിന്നെ ഉള്ള 7 പേരിൽ 4 പേര് മിക്കവാറും കിടപ്പ് രോഗികളായി പോവുകയാണ്. അതായത് പരസഹായമില്ലാതെ ഡെയിലി ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏണിംഗ് മെമ്പറിനായിരിക്കും സ്ട്രോക്ക് വരുന്നത്, ആ ആൾ കിടപ്പിലായി. ഇനി ഈ കിടപ്പിൽ ആളായാലിന് പരസഹായം ആവശ്യമുള്ളതുകൊണ്ട് വേറെ ഒരാൾ കൂടെ ഇരുന്ന് ഈ രോഗിയെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ രോഗി ആ കുടുംബത്തിന് ഒരു ബർഡനായി മാറുകയാണ്. കുടുംബത്തിന് മാത്രമല്ല രാജ്യത്തിന് ഒരു ഭാരമായിട്ട് മാറുകയാണ്. ഇനിയുള്ള 3 പേരാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുന്നത്. അവർക്ക് കൂടെ അവിടുത്തെ ചോദിച്ചിരുന്നാൽ ഒരു കൈയിനോ കാലിനോ ഒക്കെ ചെറിയൊരു ബലക്ഷയം ഉണ്ടെന്ന് പറയാം. അവർക്ക് പഴയ രീതിയിൽ ജോലി ചെയ്യാനോ ഒക്കെ സാധിക്കും. രക്ഷപ്പെട്ടു വരുന്ന ഈ 7 പേര് പിടിക്കാനായിട്ട് 3 ദുർഭൂതങ്ങൾ എന്ന് പറയാം, ദുർഭൂതങ്ങൾ ഇരിക്കുകയാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പിന്നെയും സ്ട്രോക്ക് വരാം. ഒരിക്കൽ സ്ട്രോക്ക് വരുന്ന ആളിന് പിന്നെയും സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ മറവി രോഗം, അതായത് ഡിമെൻഷ്യ. സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ഡിമെൻഷ്യ, അതായത് വാസ്കുലർ ഡിമെൻഷ്യ. ഈ വാസ്കുലർ ഡിമെൻഷ്യ ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ഇനി 3ാമത്തെ കോംപ്ലിക്കേഷനാണ് അപസ്മാരം. പ്രായം ചെന്നവരിൽ വരുന്ന അപസ്മാരത്തിൻ്റെ പ്രധാന കാരണം ഈ സ്ട്രോക്കാണ്. അപ്പോൾ സ്ട്രോക്ക് വന്നാൽ ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ അംഗവൈകല്യം, അത് കഴിഞ്ഞിട്ട് മറവി രോഗം, അപസ്മാരം, പിന്നെയും സ്ട്രോക്ക് വരാനുള്ള സാധ്യത, ഇങ്ങനെ പല വിഷയങ്ങളുള്ളതുകൊണ്ട് ഇത്രയും മാരകമായിട്ടുള്ളൊരു അസുഖത്തിന് ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഇനി ഇത്രയും തീവ്രമായ ഈ അസുഖത്തിന് എപ്പോഴെങ്കിലും വരുന്ന ഒരു അസുഖമാണെങ്കിൽ, ഇപ്പോൾ 1,00,000 ഒരാളിനോ 1000 ഒരാളിനോ വന്നിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 4 പേരിൽ ഒരാളിന് ഈ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനു മുമ്പേ 6 പേരിൽ ഒരാളിനായിരുന്നു 10 വർഷത്തിന് മുമ്പേ. ഇപ്പോൾ അത് 4 പേരിൽ ഒരാളിന് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതിന് ചില സിൽവർ ലൈനിങ്സ് ഉണ്ട്. അതായത് ആശാവഹങ്ങളായ 1-2 കാര്യങ്ങൾ. അത് സ്ട്രോക്ക് എന്ന് പറയുന്നത് പ്രിവെൻറ്റബിളാണ്. സ്ട്രോക്കിനെ നമുക്ക് തടുത്ത് നിർത്താൻ പറ്റും. രണ്ടാമതായിട്ട് സ്ട്രോക്കിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിവെൻറ്റബിൾ ആൻഡ് ട്രീറ്റബിൾ ഡിസീസാണ്. പക്ഷേ ഇതിനെല്ലാം നിങ്ങളുടെ കയ്യിലാണ് കൂടുതൽ ഇതിൻ്റെ ബാധ്യത. അപ്പോൾ ഈ സ്ട്രോക്ക് തടയാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. സ്ട്രോക്ക് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ, അതായത് ഹൈപ്പർ ടെൻഷൻ, ഹൈ BP, ഡയബറ്റിസ്,